അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോയുമായി വന്നിരിക്കുകയാണ്. യെസ്, ലക്ഷദ്വീപിൻ്റെ അടുത്തൊരു ഷിപ്പും കൂടി ഇവിടെ ഇട്ടിരിക്കുന്നു. ജമീൽ ലഗൂൺ. പരിതാപകരം, അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പോയി. ഇപ്പോൾ ലക്ഷദ്വീപിൽ എനിക്ക് തോന്നുന്നു 2 ഷിപ്പായേ ഓടുന്നുള്ളൂ. ഒരു മാസം മുമ്പ് ഒറ്റ ഷിപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര കഷ്ടമായിരുന്നു. ലക്ഷദ്വീപുകാർ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോൾ 2 ഷിപ്പ് തന്നെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. 10 ദ്വീപ് ഉണ്ട്, 2 ഷിപ്പും. അതിൽ ഇപ്പോൾ വന്നത് MV കവരത്തി എന്ന് പറഞ്ഞ ഷിപ്പാണ്. അതെന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് ക്ലാസ് ഏകദേശം കുറച്ച് സെക്കൻഡ് ക്ലാസ്സും കൂടി ടൂറിസ്റ്റുകാർക്ക് വേണ്ടി ബ്ലോക്ക്ഡാണ്. ബാക്കി കുറച്ച് സെക്കൻഡ് ക്ലാസ്സും പങ്കും ഐലൻഡേഴ്സിനും. അങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര ടൈറ്റാണ് ടിക്കറ്റിനും കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ ദ്വീപിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വരുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് ക്യാബിനാണ് എടുത്തത്. അറൗണ്ട് ടിക്കറ്റ് വിട്ട് ഒരു 3000 കൂടുതലാണ് മേടിച്ച്, ഏജൻറ് ഫീ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഗൈസ്, കപ്പലെങ്ങനെ ബർത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം വാർഫിലാണ് കപ്പലുള്ളത്. അപ്പോൾ നമ്മുടെ എറണാകുളം വാർഫിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ നമ്മളെ കാണുന്ന വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്യാവശ്യം നല്ല അടിപൊളി ഷിപ്പാണ്. മെയിൻ്റെനൻസ് ഒക്കെ കുറവാണെന്ന് തോന്നുന്നു. ഒരു ഷിപ്പായതുകൊണ്ട് ഫുൾ ഓട്ടോ അല്ലേ. ഇനി പിന്നെ നമുക്ക് ഇതിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ. മുംബൈ ഡോക്കിൽ നിന്നും വന്ന ഷിപ്പാണ്. പക്ഷേ കണ്ടാൽ തോന്നില്ല ഇപ്പോൾ ഡോക്കിൽ നിന്ന് വന്ന ഷിപ്പാണെന്ന്. ഭയങ്കര ഫ്ലോപ്പാണ്. പിന്നെ നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മേഘം മൂടിയെടുക്കാൻ. ഇപ്പോൾ ഞങ്ങൾ കപ്പൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല മഴയായിരുന്നു. ഒരു 4 മണിക്കൊക്കെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി നോക്കി. നല്ല മഴ. അകത്ത് നല്ല തണുപ്പാണ്. മഴയെന്നറിയാൻ പാടില്ല. AC നല്ല കൂളിംഗ് ആയതുകൊണ്ട്. അപ്പോൾ ഗൈസ്, ഇത് കണ്ട കപ്പലിനെ ഇടിച്ചിടിച്ച് കൊണ്ടുപോകുന്ന. ഇതിനെ പതുക്കെ കപ്പലിൻ്റെ പുറകുവശം ഇങ്ങനെ തള്ളി അടുപ്പിക്കും. അല്ലെങ്കിൽ ഇവിടെ ഡെപ്ത് കുറവുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പ്രൊപ്പല്ലർ വർക്ക് ചെയ്യിക്കില്ല അവർ. ഇതുപോലത്തെ ഡക്ക് ബാർജ് കൊണ്ടുവന്ന് ചെയ്യും. ഇവിടെ കുറേ ഉണ്ട് പാസഞ്ചറിനെ കൊണ്ട്. ഐലൻഡിൻ്റെ എറണാകുളത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. അപ്പോൾ ഏകദേശം ഇങ്ങനെ ബർത്ത് ചെയ്യാണ്. ഇവിടെ പോസ് ചെയ്യുന്നവർ വേറെ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. എന്താ ഒരു ബോട്ട് കപ്പലിൻ്റെ അറിയില്ല. അപ്പോൾ എന്തായാലും കപ്പൽ ബർത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് ഇറങ്ങണം. 2 ദിവസമായി ഷിപ്പിൽ കയറിയിട്ട്. ഭയങ്കര മടുപ്പായി. സമയത്തിന് ഫുഡും ഇല്ല. എന്തായാലും All tourists are requested to proceed to first class cafeteria.
സ്റ്റാർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. നമ്മളെന്തായാലും ഇനി ഇറങ്ങിയിട്ട് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചോളാം. അപ്പോൾ ഓക്കെ.